ഹായ്, ഞാൻ വന്നിരിക്കുന്നത് മാർബിൾ ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. കാണാനും നല്ല ഭംഗിയാണ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാർബിൾ ബട്ടർ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇപ്പോൾ ബട്ടർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ കേക്ക് തയ്യാറാക്കുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നൊന്ന് പുറത്ത് വയ്ക്കാം. ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സോൾട്ടഡ് ബട്ടറേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക് ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഉപ്പ് ചേർക്കില്ല. അപ്പോൾ സോൾട്ടഡ് ബട്ടർ അല്ല എടുക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ പിന്നെ പറയാം. ഇനി ഞാനിവിടെ 150 ഗ്രാം പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കുക. ഇനി ഈ പഞ്ചസാരയുടെ പകുതി നമുക്ക് ഈ ബട്ടറിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം. പഞ്ചസാര അലിഞ്ഞു വന്നതിന് ശേഷം ഞാനിവിടെ 4 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടില്ല. അപ്പം 4 മുട്ടയുടെ മഞ്ഞയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 280 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് കുറച്ചായിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. മാവ് ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. എന്നാലും നല്ല സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം മാവ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 120 ml പാലാണ് എടുത്തിരിക്കുന്നത്. പാലും ഒന്നിച്ചല്ല ചേർക്കാൻ, കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ മാവ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ മാവും പാലും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത മുട്ടയുടെ വെള്ളയുണ്ട്, അതായത് 4 മുട്ടയുടെ വെള്ള. ഇതിലോട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന പകുതി പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പൊടിച്ച പഞ്ചസാര ഒന്നിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബീറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും ഇതൊന്ന് ബീറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ചേർത്താൽ കേക്കിന് നല്ലൊരു ടെക്സ്ചർ വരും. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2ആയിട്ട് ഭാഗിച്ചെടുക്കാം. അപ്പോൾ ഒരു പകുതിയിൽ കുറച്ച് കൂടുതൽ മാവ് എടുത്ത് വയ്ക്കുക. അത് നമുക്ക് വൈറ്റ് കളറിലുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ളതിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്ന ബാറ്റർ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നാൽ മതി. വെള്ള കളറ് കുറച്ച് കൂടി നിൽക്കണം. 10 ഗ്രാം മുതൽ 15 ഗ്രാം വരെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലോട്ട് കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് മാവ് വിതറി കൊടുക്കുക. എന്നിട്ട് കൂടുതലുള്ള മാവ് തട്ടിക്കളയാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച്
വെള്ള കളറ് ഒരു തവി കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഈ ഇടവിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൊക്കോ പൗഡറിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കത്തിയോ സ്പൂണിന്റെ ബാക്കോ കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക. മിക്സ് ചെയ്യരുത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കാം. കേക്ക് ടീന് ഡയറക്റ്റ് ആയിട്ട് ഉപ്പിലോട്ട് വെക്കരുത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കേക്ക് ടീന് വെച്ച് കൊടുക്കാം. തുറന്നിട്ട് പെട്ടെന്ന് തന്നെ കേക്ക് ടീൻ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്തു പോവും. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം തീ മീഡിയത്തിലോട്ടാക്കുക. എന്നിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ പപ്പടം കുത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. ബേക്കായെങ്കിൽ മാവൊന്നും പിടിച്ചു വരില്ല. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് താന്നു പോവും. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.